കുബേരൻ സിനിമയിൽ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായൊരു മുഖം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉമാശങ്കരിയുടേത്. അതിലെ നായിക ശരിക്കും സംയുക്തയാണെങ്കിലും എല്ലാവരുടെയും കയ്യടി നേടിയ കഥാപാത്രം ഉമാശങ്കരി അവതരിപ്പിച്ച കഥാപാത്രം തന്നെയാണ്. അതിലെ ഒരു കന്നഡക്കുട്ടിയായി എത്തുന്ന താരത്തിന് വളരെയധികം സ്വീകാര്യതയും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഉമാശങ്കരിയുടെ വാർത്ത കേൾക്കുന്നത് താരത്തിന് സ്തനാർബുദം സ്ഥിരീകരിച്ചു എന്നതാണ്. കീമോതെറാപ്പി രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞ് മുടിയെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയെന്നും പക്ഷേ താൻ ആരോഗ്യവതിയായി വരികയാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നുമാണ് നടി കൂട്ടിച്ചേർത്തത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. അതിന് കാരണമുണ്ട് എന്നുകൂടി നമ്മൾ പറയണം. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉമാശങ്കരിയുടെ വാർത്തകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ആ കഥാപാത്രം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. അമിതമായ ഒരു കഥാപാത്രവും താരം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടില്ലെങ്കിൽ പോലും മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നത് കുബേരനിലെ നായിക എന്ന് തന്നെയാണ്. ദിലീപിന് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള പെൺകുട്ടി, അതാണ് നായികയായിട്ട് വരേണ്ടത്. എന്നാൽ സംയുക്ത വർമ്മയ്ക്ക് ഒരു ലീഡ് കഥാപാത്രം കിട്ടിയെങ്കിലും അതിലൊരു വില്ലത്തി ഷെയ്ഡ് വരികയും പിന്നീട് ഈ നായികയ്ക്ക് തന്നെ ഒരുപാട് പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. എന്നാൽ താരത്തിന് ഇപ്പോൾ തന്നെ വളരെയധികം വിഷമമുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അറിയുമ്പോൾ കൂടുതൽ സങ്കടമാണ് തോന്നുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കീമോ ഇമ്മ്യൂണയോ രണ്ടാം ഘട്ടമാണ്. ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ട്. കഠിനമായ ദിവസങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിക്കുകയാണ് എന്നുകൂടി പറയുന്നു. എനിക്ക് ശക്തി തോന്നുന്ന ദിവസങ്ങൾ ആഘോഷിക്കുകയാണ് ഞാൻ. എപ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ കുടുംബത്തിന് സ്നേഹത്തിനും പിന്തുണയ്ക്കും എൻ്റെ ആരാധകർക്കും നന്ദി. ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു, സുഖം പ്രാപിക്കുന്നു, ഒപ്പം പുരോഗതിയിൽ ശ്രദ്ധയൂന്നുന്നു. പുരോഗതി പരിപൂർണമല്ല, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഇതാണ് നടിയുടെ വാക്കുകൾ. ആശുപത്രി കട്ടിലിൽ ഡ്രിപ്പ് കയ്യിൽ തൂക്കിയിട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നടി ഇത് വെളിപ്പെടുത്തുന്നത്. രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണെന്നും നിലവിൽ എല്ലാ ദിവസവും ചികിത്സ സ്വീകരിക്കുകയാണെന്നും അറിയിക്കുകയും ചെയ്തു. തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധ നേടിയ ഉമാശങ്കരി ദിലീപ് നായകനായ കുബേരൻ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുന്നത്. തുടർന്ന് വസന്തമല്ലിക, സാഫല്യം, ഈ സ്നേഹതീരത്ത് തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങളിലെത്തിയിരുന്നു. വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്നിരുന്ന താരം ഈ വർഷം ജൂണിലാണ് തൻ്റെ ഏറ്റവും വലിയ അറിവ് എല്ലാവരെയും അറിയിച്ചത്. ഈ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അത് വളരെയധികം വിഷമമായി തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു. സ്തനാർബുദം സ്ഥിരീകരിച്ച വിവരം വെളിപ്പെടുത്തിയപ്പോൾ തന്നെ രോഗം അപ്രതീക്ഷിതമായാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ആ നിമിഷത്തെക്കുറിച്ചും വലിയ മാനസിക ആഘാതമാണ് ഉണ്ടായതെന്നും തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ എന്നും എന്തുകൊണ്ട് എനിക്ക് എന്ന ചോദ്യവും ആദ്യം മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നും അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നും പറയുന്നു. നല്ല നീളൻ കട്ടിയുള്ള മുടിയായിരുന്നു ഉമാശങ്കരിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ മുടിയെല്ലാം കൊഴിഞ്ഞു. ശരിക്കും ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായില്ലേ? നല്ല മുടിയാണ്, നല്ല ഇടതൂർന്ന മുടിയാണ്. ചെറുതിലെ മുതൽ തന്നെ ആ മുടി എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ എന്ത് കാര്യം, ഇപ്പോൾ നോക്കൂ, എൻ്റെ തലയിൽ മുടിയില്ല, അല്ലെങ്കിൽ തൊട്ടാൽ ഊരി വരുന്ന മുടിയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം വളരെയധികം തന്നെ ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് രോഗത്തെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ തീരുമാനിച്ചതായാണ് ചികിത്സയിൽ മുന്നോട്ട് പോവുകയാണെന്നും ഉമാശങ്കരി അറിയിച്ചു. ഇത് എളുപ്പമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കുന്നില്ല എന്നും എനിക്ക് സ്തനാർബുദത്തിൻ്റെ ആദ്യ ഘട്ടമായാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. വാർത്തയറിഞ്ഞ ആദ്യത്തെ ഞെട്ടലിൽ നിന്നും ഇതൊരിക്കലും എനിക്ക് വരില്ലെന്ന ചിന്തയിൽ നിന്നും ഇപ്പോഴത് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്നും പറയുന്നു. ഇത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്, ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇപ്പോൾ, ഇതെൻ്റെ ഭാവി എന്താകും, എന്തൊക്കെയാണ് ഒരുപാട് ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് തൻ്റെ ഉള്ളിലുള്ളതും നടി വെളിപ്പെടുത്തി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.